നടക്കാറുണ്ട്. അതിന്റെ പർപ്പസ് നമുക്കറിയാം, ഒബിയസ്ലി ട്രേഡ് എന്ന് പറയുന്നത് നമ്മളെ മൈൻഡുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അപ്പൊ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് ഫോക്കസ്ഡ് ആയിരിക്കണം, ക്ലാരിറ്റി ആയിരിക്കണം. ആ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമ്മളെ മൈൻഡ് എന്തിട്ടായിരിക്കണം? പ്യുവർ ആയിരിക്കണം. മൈൻഡ് പ്യൂരിഫിക്കേഷൻ ചെയ്യാനുള്ള ഇന്ന് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടൂളാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. ആ മെഡിറ്റേഷൻ ഒക്കെ നമുക്ക് ഇന്ന് ഫീൽ ചെയ്യാൻ പറ്റും. അതിന്റെ റിസൾട്ടുകൾ നമുക്ക് കഴിഞ്ഞ വീക്കിൽ മറ്റുമൊക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നടന്നുകൊണ്ട് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. സെൽഫ് അനാലിസ് ടൂൾ നമുക്ക് അഞ്ജല മാം ആയിരിക്കും ഹാൻഡിൽ ചെയ്ത് തരാം. അപ്പൊ അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു ഇതില് അത് സെൽഫ് അനാലിസിൽ കണ്ടിന്യൂ ചെയ്യുന്ന ബീന മാം ഓടി വിടാൻ പറ്റുമോ? ബീന ഓടി വിടാൻ പറ്റുമോ? ബീന മാം, മാം ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യോ? ഓക്കെ, ബീന മാം ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സെൽഫ് അനാലിസ് ടൂള് 20 ഡേയ്സോളം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അവരുടെ ട്രേഡിംഗ് ഹിസ്റ്ററിയിലും അതുപോലെ തന്നെ ലൈഫ് ട്രാൻസ്ഫോർമേഷനിലും മറ്റൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും നമുക്ക് ഇവിടെ ഒബിയസ്ലി എല്ലാവരും വന്നിരിക്കുന്ന സക്സസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ഒരു സ്കില്ല് പഠിക്കുന്നത് തന്നെ നമുക്ക് ഇപ്പോൾ ഉള്ള ജോബിന്റെ ഒപ്പം നമുക്കൊരു അഡീഷണൽ ഇൻകം കിട്ടണം. ലോകത്തിലെ നമ്മളെപ്പോഴും പ്രൗഡ് ആവേണ്ടത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് നമ്മളുള്ളത്. അതായത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയിലാണ് നമുക്കുള്ളത്. പക്ഷെ അവിടെ 80% ആൾക്കാർ ഫെയിലായി പോകുന്നുണ്ട്, മലയാളീസ്. ആ ഫെയിൽ ആവുന്നിടത്ത് നിന്ന് നമുക്ക് സക്സസ് ആവേണ്ട ടൂളിലൂടെ പോകണമെങ്കിൽ നമ്മളൊന്ന് മൈൻഡ്ഫുൾ ആയിരിക്കണം. മൈൻഡ്ഫുൾ മെത്തേഡ് മാത്രമേ, എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. നിങ്ങൾ മൈൻഡ്ഫുൾ ആയാൽ മാത്രമേ, ട്രേഡിനെ മൈൻഡ്ഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ പറ്റുള്ളൂ, സക്സസ് ആകാൻ പറ്റുള്ളൂ. എന്ത് യൂട്യൂബിലോ മറ്റോ എവിടെ ആരെന്തോ വാദിച്ചോട്ടെ, നിങ്ങൾക്കത് നമുക്കത് പ്രാക്ടീസിലും മറ്റൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അതായത് നമ്മൾ എപ്പോഴാണോ മൈൻഡ്ഫുൾ ആയിരിക്കും അപ്പോൾ മാത്രമേ നമ്മൾ ട്രേഡിൽ സക്സസ് ആകാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് എന്തായിരിക്കണം, നമ്മളെ മൈൻഡ് കാമാക്കുന്ന ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ടൂൾസ് നമുക്ക് കിട്ടണം. ഒബ്വിയസ്ലി എല്ലാ വീക്കിലും നമുക്ക് എന്തുണ്ട്, ഇതുപോലെ അനാലിസ് സെഷൻ നടക്കും. അതിന് അതുപോലെ തന്നെ നമുക്ക് ഷഹബാസ് സാർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നെക്സ്റ്റ് വീക്ക് ഗോൾഡിന്റെ എന്താണ് സാധ്യതകൾ നടക്കാനുള്ളതെന്നൊക്കെ നമുക്ക് പറ്റും. ഇപ്പൊ നമുക്കറിയാം ഇന്ന് ഒരു സംതിങ് ഇഷ്യൂസ് ഒക്കെ ഒരു വെനസ്വേല, അതായത് ഒരു രാജ്യമായിട്ട് അമേരിക്ക ആയിട്ട് ഒരു ഇഷ്യൂ നടന്നുകൊടുക്കുക. അപ്പോൾ ഒബ്വിയസ്ലി US ഡോളറിന് വാല്യൂ ഇടിവോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നാളത്തെ മോർണിംഗ് മാർക്കറ്റിൽ അത് ഹൈ ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ആസാദ് ഭായ് ശ്രദ്ധിച്ചിരുന്നു അത്? ആസാദ് ബ്രോ, ആസാദ് ഭായി ഒക്കെ ഗോൾഡില് വർഷങ്ങളായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണ്. ഇന്നൊരു ഇഷ്യൂ നടക്കുന്നുണ്ട് മാർക്കറ്റിൽ. യെസ്, സംതിങ് മേ ബി ചിലപ്പോൾ മോർണിംഗ് ഒരു തുടക്കമൊക്കെ നല്ലൊരു അപ്പിനൊക്കെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പിന് ചാൻസ് തോന്നുന്നുണ്ട്. കാരണം എന്തായാലും കുറച്ച് നല്ല ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. കാരണം അവിടുത്തെ കറൻസീസ് ഇഷ്യൂ, കാരണം ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒബ്വിയസ്ലി എന്തുണ്ടായിരിക്കും നമ്മൾ മാർക്കറ്റിൽ ഇമ്പാക്ട് ഉണ്ട്. കാരണം നമ്മൾ റഷ്യ ഉക്രൈൻ വാറുള്ള സമയത്തൊക്കെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. മാർക്കറ്റിൽ പോയ പോക്കും കാര്യങ്ങളൊക്കെ ഒരു ദിവസം തന്നെ 100-200 പോയിന്റ് പോയിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും, അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. ഉറപ്പായിട്ടും നമുക്കിപ്പോ പണ്ട് കാലം മുതലേ ഇപ്പൊ യുദ്ധങ്ങൾ വരുമ്പോൾ എല്ലാവരും ഇപ്പം കറൻസിയിൽ നിക്ഷേപിക്കാതെ ഗോൾഡിൽ, അതിലൊക്കെ കോമൺ സെൻസേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഗോൾഡിന്റെ റേറ്റ് കൂടുന്നതിനുള്ളതിന്? ഇപ്പോൾ രാജ്യങ്ങളുടെ കറൻസിയുടെ മൂല്യങ്ങൾ ഇടിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗോൾഡിന്റെ റേറ്റ് മുകളിലോട്ടേക്ക് പോകും. അങ്ങനെ ആ ഒരു സിനാരിയോസ് നമ്മൾ കാലങ്ങളായി, ഇപ്പൊ വർഷങ്ങളായിട്ട്, ഇപ്പം ചക്രവർത്തിമാരെ കാലം മുതൽ തന്നെ അവരൊക്കെ നിധികൾ സൂക്ഷിച്ചത് ഗോൾഡിലാണ്. ഗോൾഡിൽ അതുപോലെ നിധികളൊക്കെ അങ്ങനെയാണ് നമ്മൾ കാണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എന്തുള്ളത്, ഇവിടെയും ഇപ്പം ഇന്റർനാഷണൽ മാർക്കറ്റിലാണെങ്കിലും എല്ലാവരും സേഫ് ആയിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്ന ഒരു കമ്മോഡിറ്റിയാണ് ഗോൾഡ് എന്നുള്ളത്. ആ ഗോൾഡിൽ എല്ലാവരും എന്തുണ്ടാവും, ഇപ്പൊ ഇവിടെ എന്ത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്തോ വന്നോട്ടെ, കോവിഡ് വന്നോട്ടെ, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം വന്നോട്ടെ, എന്ത് വന്നാലും മാർക്കറ്റിൽ വേരിയേഷൻസ് ഒബ്വിയസ്ലി ഉണ്ടാവും. ആ വേരിയേഷൻസിൽ നമ്മൾ എന്താവാ, നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇപ്പം പറ്റണില്ല, അല്ലെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ നമുക്കൊരു പിടുത്തവും തരില്ല എങ്ങോട്ടാ പോകുന്നുള്ളൂ, ചിലപ്പോൾ നന്നായിട്ട് ഡൗൺലോട്ടേക്കും പോയിക്കാം. നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമ്മളെ കൺട്രോളിലല്ല മാർക്കറ്റ് എന്നുള്ളത്. പക്ഷേ
അത്ര നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഉണ്ടായിരിക്കണം, അവിടുന്ന് ഗ്രാബ് ചെയ്യാൻ നമുക്ക് പറ്റണം. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പോകുന്നത് നമ്മളെ മൈൻഡ് ഒന്ന് കാമാക്കാൻ പോകണം. ഒബ്വിയസ്ലി നമ്മളെ മെഡിറ്റേഷന്റെ, അതായത് മെഡിറ്റേഷൻ നമ്മൾ എല്ലാ വീക്കിലും കൊടുക്കുന്നതിന്റെ ഉദ്ദേശമുള്ളത് നിങ്ങൾക്ക് ഇനിയുള്ള വീക്ക് കാമാക്കണം, നല്ല ഫോക്കസ്ഡ് ആയിട്ട്. ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് ഒന്നും കാണാനൊന്നും പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് അതിൽ ട്രേഡിങ്ങിലോട്ടേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളെ മൈൻഡിൽ, നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ടേക്ക് അതിന്റെ ടൂൾസും കാര്യങ്ങളൊക്കെ വർക്കൗട്ടായി വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ അഞ്ജല മാം ആണ്, ഇന്റർനാഷണൽ മൈൻഡ് കോച്ചാണ്. മാം ആണ് നമുക്ക് ഫ്യൂ മിനിറ്റ്സിൽ നമുക്ക് മെഡിറ്റേഷൻ ഹാൻഡിൽ ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് വീക്ക് വരാൻ പോകുന്ന അനാലിസിസ് നമുക്ക് എന്തുണ്ടായിരിക്കണം, ഡിസ്കസ് ചെയ്യണം. സോ അഞ്ജല മാം റെഡി? യെസ്, റെഡിയാണ്. സെൽഫ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ട്, ചെയ്യാൻ പോകുന്നവരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് യുവർ പ്യുവർ മെഡിറ്റേഷൻ. ഓക്കെ, താങ്ക് യു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. നമ്മളെ മൈൻഡിനെ കാമാക്കാനും, നമ്മളെ മൈൻഡ് കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത്, അതുപോലെ ഒരു ഏതൊരു അവസ്ഥയിലും, അതായത് നമ്മൾ സാഡ് ആയാലും നമ്മളൊരു മൈൻഡിനെ ഒന്ന് കാമാക്കി റിലാക്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ബെസ്റ്റ് ടൂളാണ് മെഡിറ്റേഷൻ. ആൻഡ് അതിന്റെ ഒരു സിമ്പിൾ സംഭവമാണ് ആക്ച്വലി ബ്രീത്തിങ് എക്സസൈസ് എന്നുള്ളത്. നിങ്ങളെ ഇമോഷൻസ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യാം, നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷണലി കാം ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ടൂൾസും കൂടിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ആഡപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും മെഡിറ്റേഷനിലേക്ക് പോവാം. നിങ്ങൾ ജസ്റ്റ് കണ്ണടച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം മൈൻഡിൽ ഇമാജിൻ ചെയ്ത് ഫീൽ ചെയ്ത് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. നിങ്ങളുടെ ബോഡി റിലാക്സ് ചെയ്ത് വെക്കാം. സ്ലോലി ക്ലോസ് യുവർ ഐസ്. പതിയെ നിങ്ങളുടെ കണ്ണുകൾ അടക്കാം. സ്ലോലി ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ആൻഡ് ബ്രീത്ത് ഔട്ട് സ്ലോലി. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. Again, slowly take a deep breath in. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. And breathe out slowly. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. Feel your breath. നിങ്ങളുടെ ശ്വാസം നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങളെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ ബോഡി മൂവ്മെന്റ്സ്, നിങ്ങളുടെ ചെസ്റ്റിന്റെ മൂവ്മെന്റ്സ്, നിങ്ങളെ ശ്വാസത്തിന്റെ കാറ്റ്, ആ ശ്വാസത്തിന്റെ താളം എല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഫീൽ യുവർ ബ്രീത്ത്. സ്ലോലി ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് സ്ലോലി. ശ്വാസത്തിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കാം. നിങ്ങളുടെ ഫോക്കസ് ഈ മൊമെന്റിലേക്ക് കൊണ്ടുവരാം, ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇനി ഒരു ഗോൾഡൻ ലൈറ്റ് നിങ്ങളുടെ കൺമുന്നിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഒരു ഗോൾഡൻ ലൈറ്റ് നിങ്ങൾക്ക് കാണാം. ഇറ്റ്സ് എ പോസിറ്റീവ് എനർജി. ആ ഗോൾഡൻ ലൈറ്റിന് ചെറിയൊരു വാംനെസ്, ചെറിയൊരു ചൂട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ആ പോസിറ്റീവ് ലൈറ്റ് എന്ന് പറയുന്നത് സമാധാനവും കോൺഫിഡൻസും ക്ലാരിറ്റിയും ഹാപ്പിനെസ്സും എല്ലാം നിറഞ്ഞൊരു ലൈറ്റ് ആണ് നിങ്ങളുടെ മുന്നിലുള്ള ആ ഗോൾഡൻ ലൈറ്റ്. അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്യാം, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്യാം. ആ ലൈറ്റ് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ബോഡിയെ ഫിൽ ചെയ്തിരിക്കുകയാണ്.
ഓക്കെ, നിങ്ങളിപ്പോ സമാധാനാണ്, കോൺഫിഡൻസ് ആണ്, ഹാപ്പിനെസ് ആണ്. യു ക്യാൻ ഫീൽ ദാറ്റ്. ഈ 2026 എന്ന ഇയറിനെ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടും ജോയ്നെസ്സോട് കൂടി വെൽക്കം ചെയ്യാം. ലെറ്റ് യുവർ 2026 filled with happiness and peace and joy. നിങ്ങളുടെ 2026 എന്ന വർഷം സന്തോഷത്തോടുകൂടിയും ആനന്ദത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയുള്ള വർഷമാകട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അനുവദിച്ചു കൊടുക്കുക. ബി റെഡി ഫോർ ദാറ്റ്. നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള നല്ല നല്ല മാറ്റങ്ങൾക്ക് നിങ്ങൾ തയ്യാറാണെന്ന് നിങ്ങൾ തന്നെ പറയണം. യു ആർ റെഡി ഫോർ ദ പോസിറ്റീവ് ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് കൊണ്ടുവരാം. അത് പതിയെ ഗ്ലോ ചെയ്യുന്നതായിട്ട്, തിളങ്ങുന്നതായിട്ട് കാണാം. യുവർ ഹാർട്ട് ഈസ് ഗ്ലോയിങ്. ഓക്കെ, ആ ഹൃദയത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഇന്റൻഷൻ കീപ്പ് ചെയ്യാം. ഈ വർഷത്തിന്റെ ഉദ്ദേശങ്ങളെല്ലാം, നല്ല നല്ല ഉദ്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. ഈ വർഷം നിങ്ങളുടെ ചിന്തകളെല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ. നിങ്ങളുടെ സംസാരങ്ങളെല്ലാം സ്നേഹവും ധൈര്യമുള്ളതാവട്ടെ. നിങ്ങളെ സ്വയം വിശ്വസിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വർഷമാവട്ടെ. You can slowly take a deep breath in with the confidence and faith. വിശ്വാസത്തോടു കൂടിയും നിങ്ങളിലുള്ള വിശ്വാസത്തോടു കൂടിയും നിങ്ങൾക്ക് ശ്വാസം പതിയെ ഉള്ളിലേക്ക് എടുക്കാം. And breathe out slowly. You can feel the positive energy in yourself. Okay. Again, take a deep breath in. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. With a beautiful smile, you can open your eyes and come back. മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാം. Let's your 2026 year be more success and happiness. Thank you, ma'am. Okay, thank you so much. ഞാൻ Okay. ജസ്റ്റ് ഒന്ന് അഡപ്പ് ചെയ്തോട്ടെ. ആ ഓക്കെ, ഈ 2026 ഇയർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസമായി. ബട്ട് ദെൻ ടു എനിക്ക് പറയാനുള്ളത്, ഈ 2026 നിങ്ങള് കംപ്ലീറ്റ് നമ്മളെ വിശ്വാസം എന്ന ഒരു കാര്യമാണ് മുമ്പിൽ നിൽക്കുന്നത്. ഫെയ്ത്ത്, അതിലാണ് മാറ്റർ. അപ്പൊ നിങ്ങളുടെ സ്വപ്നങ്ങളാവട്ടെ, നിങ്ങളുടെ തീരുമാനങ്ങളാവട്ടെ, എന്തോ ആവട്ടെ, അതിൽ പൂർണ്ണതയോടുകൂടി ഡൗട്ട്ഫുൾ ഇല്ലാതെ വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് കൊണ്ടുപോവാ. വിശ്വസിച്ചത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരട്ടെ. ഓക്കെ, ബെസ്റ്റ് വിഷസ് ഓൾ ഓഫ് യു. That's it. Thank you, ma'am.
വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു മെഡിറ്റേഷൻ. നമുക്കിതിപ്പോ ചിലപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഇതെന്താണ് നമ്മൾ ബ്രീത്തിങ് എടുക്കുന്നു എന്നുള്ള ചിലപ്പോൾ ഫസ്റ്റ് കയറുന്നവർക്കൊക്കെ ചിലപ്പോൾ ഒരു ഡൗട്ടോ ഫീലിംഗ് ഒക്കെ വന്നിട്ടുണ്ടാവാം, ഇതെന്താണ് എനിക്കിത് എഫക്റ്റ് ഇല്ലല്ലോ എന്നുള്ളത്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇന്ന് ലോകത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഏത് ഹിസ്റ്ററി, ഇപ്പം ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഓപ്പൺലി പറയാൻ പറ്റും, ഇന്ന് ലോകത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരാളുടെ മനസ്സിൽ നിന്ന് വന്ന ആശയങ്ങൾ. നമ്മൾ ലോകത്ത് കാണുന്ന എല്ലാ സംഗതികളും ആ മനസ്സിൽ നമുക്ക് നമ്മളെ ഡ്രീം സെറ്റ് ചെയ്യണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് ക്ലാരിറ്റി ആയിരിക്കണം. ഇന്ന് ലോകത്ത് നമ്മളെ മൈൻഡിനെ പ്യൂരിഫൈ ചെയ്യാനും പിന്നെ മൈൻഡിനെ ക്ലാരിറ്റി ഉള്ളതാക്കാനും ഏറ്റവും ബെസ്റ്റ് ടൂളാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ ബ്രീത്ത് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ പോസിറ്റീവ് ടോക്കുകൾ ഉള്ളിലോട്ടേക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇത് തന്നെയാണ് എന്താക്കുക നമ്മുടെ പിന്നെ സോളിനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ അത് നമ്മൾ എന്താക്കണം നിരന്തരം. കാരണം എപ്പോൾ ഇവിടെ നമ്മൾക്ക് നെഗറ്റിവിറ്റിയും കാര്യങ്ങളും അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ ലോസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ മൈൻഡൊക്കെ ഇതായേക്കാം, നമ്മൾ റഷ് ആയേക്കാം. അപ്പൊ അവിടെയൊക്കെ വരുമ്പോൾ നമ്മളൊരു മൈൻഡ്ഫുൾ ആവണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. ഇപ്പൊ ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്, ജോസഫ് മർഫിയുടെ സബ് കോൺഷ്യസ് മൈൻഡ്, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ എഴുതിയ ആളുടെയാണ്. അപ്പൊ ആളുടെ ഒരു ടെലിസൈക്കിക്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈവൻ ട്രേഡിങ്ങിൽ പോലും അതിൽ ആളുടെ ഒരു പിന്നെ അനുഭവം പറയുന്നുണ്ട്. നമുക്കിപ്പം നമ്മൾ മൈൻഡ്ഫുള്ളായി ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് എല്ലാ ആൻസേഴ്സും തരുന്നത് എന്താണ്, നമുക്ക് മൈൻഡ് ആൻസർ തരാം. എന്തൊക്കെ ഈ ലോകത്ത് നടന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണാണെങ്കിൽ എന്താണ്, ഇവൻ നമ്മൾ പോലും ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഫാദേഴ്സിന്റെ തോട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ തോട്ടാണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും നമ്മൾ ആദ്യം പണിയെടുക്കുകയാണ് നമ്മളെ മൈൻഡിലാണ്. അപ്പൊ മൈൻഡിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്യാനാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. ഇനിയിപ്പോൾ സെൽഫ് അനാലിസിസ് ടൂൾ ഇപ്പം 42 ബാച്ചിനൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. അതിൽ നിരന്തരമായിട്ട് നമുക്ക് മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും. 41 അതുപോലെ പ്രീവിയസ് ബാച്ചിനൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. കാരണം ഇതാണ് നമ്മുടെ ലൈഫിനെ അൾട്ടിമേറ്റ്ലി മാറ്റിയെടുക്കാനുള്ള. ഇവൻ പിന്നെ ഫോറക്സിൽ ട്രേഡിങ്ങിൽ നമ്മൾ സക്സസ് ആവണമെങ്കിൽ മൈൻഡ്ഫുൾ ആയിരിക്കണം എന്ന് 100% ഷുവറാണ്. അപ്പൊ അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, ഇവിടെ മൈൻഡ്ഫുൾ ആയിരിക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് ടൂളാണ് മെഡിറ്റേഷൻ, അതുപോലെ തന്നെ അഫർമേഷൻസ് കാര്യങ്ങൾ. അതിന്റെ ഓരോ ടൂൾസ് വന്നിട്ട് പിന്നെ നമ്മൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പോൾ നാളെ മുതൽ ഇപ്പം ചില ട്രേഡ്സ് ഒക്കെ എടുക്കുമ്പോൾ ഇപ്പൊ നമുക്കൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, ആളൊരു സൈക്കോളജിക്കലി ഫിറ്റ് ആയ ഒരാളാണ്. അപ്പൊ എന്നോട് പറയും, സാർ ഞാൻ എപ്പോഴും പിന്നെ ട്രേഡ് എടുക്കുന്നതിന് മുന്നേ ഞാനൊരു 30 ബ്രീത്തിങ് എടുക്കും. കാരണം ബ്രീത്തിങ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഇപ്പൊ തന്നെ റൈറ്റ് നൗ ഒന്ന് എന്താക്കാം, ഏറ്റവും ബെസ്റ്റ് ഡീപ് ബ്രീത്തിങ് എടുക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഹൃദയം കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. നമുക്ക് വളരെ സാവധാനത്തിൽ അതിനൊന്ന് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ തന്നെ എന്തുണ്ടാവും, നമ്മളെ പിന്നെ മൈൻഡിലോട്ടേക്ക് ഓക്സിജനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഇപ്പൊ തന്നെ നമുക്ക് ഡിസിഷൻസ് കിട്ടുന്ന രീതിയിലോട്ടേക്ക് നമുക്ക് വരാൻ പറ്റും. കാരണം എപ്പോഴും പിന്നെ നമ്മൾ ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കരുത്, അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് പിന്നെ ഡിസിഷൻ എടുക്കണം എന്ന് പറയാനൊക്കെ കാരണം എന്നുള്ളത് നമ്മളെ മൈൻഡ് എപ്പോഴും എന്താണ്, ഒരു മങ്കി മൈൻഡാണ്, ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവിടെ നമുക്ക് നല്ല പിന്നെ പോളിഷ് ചെയ്ത് വരണം. അല്ലെങ്കിൽ ഇവിടെ കണ്ട് അവിടെ ഒരു ബൈക്ക് ഉണ്ട് അവിടെ പോയി എടുക്കാന്നുള്ളതല്ല, നമ്മൾ അതിനെ കണ്ട് അതിന്റെ എല്ലാ പൊസിഷൻസും കാര്യങ്ങളൊക്കെ നോക്കി വളരെ സൂപ്പർബിലി ഡിസിഷൻ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ട്രേഡിലോട്ടേക്കുള്ള ഉണ്ട്. കാരണം ഇവിടെ ഡിസിഷൻ പെർഫെക്റ്റ് ആവാന്നുള്ളതാണ്, നമ്മുടെ ബൈ പെർഫെക്റ്റ് ആയിരിക്കാം, സെല്ല് പെർഫെക്റ്റ് ആയിരിക്കാം, നമ്മുടെ സ്റ്റോപ്പ് ലോസ് പെർഫെക്റ്റ് ആയിരിക്കാം. ഇതൊരു ഡിസിഷൻ ആണല്ലോ. ആ ഡിസിഷൻ നമ്മൾ എടുക്കുന്ന കൈ കൊണ്ടല്ല, നമ്മുടെ മൈൻഡാണ് നമ്മളോട് പറയണത്. അപ്പോൾ അതിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും മൈൻഡിന് എപ്പോഴും പണി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പൊ റൈറ്റ് നൗ നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ടേക്ക് എടുത്ത് ഹൃദയം കൊണ്ട് ശ്വാസം ഉള്ളിലോട്ടേക്ക് എടുത്തിട്ട് സ്ലോലി അവിടെ ഒരു 1 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് സാവധാനം പുറത്ത് വിട്ടാൽ തന്നെ നമ്മുടെ ബോഡിയിലോട്ടൊക്കെ എനർജി കയറുന്ന നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എന്നും നമ്മൾ ഇനി നാളെ മുതൽ ട്രേഡ് ഇപ്പൊ ലൈവിൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നതാണ്, നമ്മളൊരു 25 ബ്രീത്ത് ഒക്കെ എടുത്ത് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. നല്ല പല മൊമെന്റ്സുകളും നമുക്ക് എന്താക്കാൻ പറ്റും, ട്രേഡിങ്ങിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതൊരു പിന്നെ ഇതിനെ പിന്നെ സയന്റിഫിക്കലി എങ്ങനെ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇത് ചെയ്ത ആൾക്കാർക്കൊക്കെ എന്താണ് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ഞാൻ കൂടുതലായിട്ട് അതിലേക്കൊന്നും പോകുന്നില്ല. നല്ലൊരു ഇയർ ആവട്ടെ. 2025 ഉണ്ടായ ക്ലാഷസും കാര്യങ്ങളൊക്കെ മാറി 2026 നമുക്ക് പവർഫുൾ ആയിരിക്കണം. ഒബ്വിയസ്ലി നമ്മൾ പവർഫുൾ ആണെങ്കിൽ നമ്മളെ കയ്യിൽ മണി വേണം. മണി ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സോഴ്സും സ്കില്ലുമാണ് ഇപ്പം നമ്മളെ കയ്യിൽ. അതിനെ നമ്മൾ എന്താക്കേണ്ട, പിന്നെ നല്ല പ്രോപ്പർലി സൂപ്പർബായിട്ട് ഉപയോഗിച്ച് കൊണ്ടുപോയാൽ മാത്രമേ നമ്മളെ കയ്യിലൊരു നല്ലൊരു മെഷീൻ, നമ്മളെ കയ്യിൽ പൈസ അച്ചടിക്കാൻ പറ്റുന്ന മെഷീൻ തന്നെ നമ്മളെ കയ്യിലുള്ളത്. അതിന് നമ്മളായിട്ട് എന്താക്കണ്ട, നമ്മൾ ഇവിടെ മിസ്റ്റേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മളെ പൊട്ടത്തരങ്ങൾ അവിടെ കാണിക്കാതെ ഇരുന്നിട്ട് എന്നും നമ്മുടെ ജീവിത അവസാനം വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല സന്തോഷത്തോടു കൂടി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ മുന്നോട്ടേക്കും പോകേണ്ടത്. സോ ഞാൻ പിന്നെ നമുക്ക് പിന്നെ നെക്സ്റ്റ് വീക്ക് ഇനി മാർക്കറ്റ് എങ്ങോട്ടാ പോകാൻ ചാൻസ് ഉള്ളത്, അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്കിൽ മാർക്കറ്റ് സാധ്യതകൾ നമുക്ക് ഷഹബാസ് സാറാണ്. സാറ് 7-8 ഇയേഴ്സ് ഉള്ള ഈ മാർക്കറ്റിലുള്ളതാണ്. കാരണം പലർക്കും എലൈറ്റ് മെന്റർഷിപ്പ് കൊടുക്കുന്ന സാറാണ്. കാരണം പിന്നെ സാറിന്റെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ, അത് സാറ് പിന്നെ ഒരു ഏകദേശം 12-13 മണിക്കൂറോളം മാർക്കറ്റിൽ മാത്രം ഇരുന്ന്
പിന്നെ പോകുന്നതാണ്. അപ്പോൾ പല എൻട്രീസ് കഴിഞ്ഞ ഓരോ വീക്കിൽ ഇപ്പോൾ ലാസ്റ്റ് സെഗ്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. സാറ് വീക്കെൻഡിൽ പറഞ്ഞ സെഷൻസിലൂടെ തന്നെയാണ് എന്തായിട്ടുള്ളത് മാർക്കറ്റ് ഓരോ വീക്കിലും പോയിട്ടുള്ളത്. പക്ഷെ നമ്മളെപ്പോഴും പറയാറുണ്ട് എന്താണ് മാർക്കറ്റ് ഏത് ഗതിയിലോട്ടേക്കും പോയേക്കാം, നമുക്കൊരു ഐഡിയ, അതായത് അനലിസ്റ്റുകൾ ഐഡിയാസ് തരുമ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റും, നമ്മളും അത് ചെയ്തു നോക്കിയിട്ട് അതുപോലെ പോകുന്നുണ്ടോ അല്ല അതിലേക്ക് എത്താൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഉള്ള ഒരു കൺഫർമേഷൻ കിട്ടേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത് അനാലിസിസ് നമ്മൾ പിന്നെ ചെയ്യണതും പഠിച്ചുകൊണ്ടിരിക്കണതും. സോ ഞാൻ സാറിനെ വെൽക്കം ചെയ്യണം. സാർ ഹാപ്പി വെൽക്കം സാർ. ഷബാ സാർ ഓഡിബിൾ അല്ലേ? ഹലോ യെസ്. ഓക്കെ സാർ, കുറെ പേര് ലൈവിൽ ഇറങ്ങേണ്ടവരും ഇറങ്ങിയവരൊക്കെ ഉണ്ട്. സോ നെക്സ്റ്റ് വീക്ക് സാധ്യതകൾ എങ്ങനെയാണ് മാർക്കറ്റിൽ? യെസ്, ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. ഓക്കെ, അതുപോലെ തന്നെ ഞാനൊന്ന് ആഡ് ഓൺ ചെയ്യാണ്. നമുക്ക് പകൽ സമയങ്ങളിൽ ലണ്ടൻ സെഷൻ നടക്കുന്ന സമയങ്ങളിൽ ഇപ്പൊ ലൈവിൽ ഇറങ്ങിയവർക്ക് മാത്രമുള്ളതാണ്. കേൾക്കാലോ. ലൈവിൽ ഇറങ്ങിയവർക്ക് മാത്രമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പൊ നമുക്ക് മോർണിംഗിൽ നമ്മുടെ പിന്നെ എലൈറ്റ് മെന്റേഴ്സ് ട്രേഡ് ചെയ്യുമ്പോൾ അത് ചിലപ്പം ടൈമിംഗ് നമുക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഒരു യു എ ടൈം 11-12 മണി ആ ടൈമിലൊക്കെ നമുക്ക് നല്ല എൻട്രീസ് ഒക്കെ വരുമ്പോൾ ഇതുപോലെ സാറിന്റെ ഒപ്പം ഇരുന്നിട്ട് അല്ലെങ്കിൽ നമ്മളെ ടീം പിന്നെ മെന്റേഴ്സിന്റെ കൂടെ ട്രേഡ് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ട്. അത് വീക്കിലി 2-3 ദിവസം പകൽ സമയങ്ങളിൽ നമുക്ക് എന്തുണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിനെന്തില്ല നമ്മൾ പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലെ മറ്റു ലിങ്ക് വരെ ചെയ്യാം. അതിന് നിങ്ങൾക്ക് മാക്സിമം ഉപയോഗപ്പെടുത്താൻ പറ്റും. ലൈവിൽ ഇറങ്ങിയവർക്ക് നല്ല എൻട്രീസും കാര്യങ്ങളൊക്കെ കിട്ടാൻ പറ്റും. കാരണം ലാസ്റ്റ് ലൈവിൽ ഇരുന്നവർക്കൊക്കെ നല്ല ഏകദേശം 10-60 പോയിന്റോളം കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീക്കിൽ സാറോടൊപ്പം ഇരുന്ന് ട്രേഡ് ചെയ്ത ആൾക്കാർക്ക്. അപ്പൊ അതും നമുക്ക് എന്താക്കാൻ പറ്റും, ലൈവിൽ ഇറങ്ങിയവർക്ക് നെക്സ്റ്റ് വീക്ക് ഇപ്പൊ സാറിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് നിങ്ങൾ ഫ്രീ ഉണ്ടായിരിക്കാന്നുള്ളൂ. അത് നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഓപ്പർച്യൂണിറ്റി ആണ്. ആ സമയങ്ങളിൽ ട്രെൻഡിന്റെ ഒപ്പം നമുക്ക് എന്താക്കാൻ പറ്റും, നല്ല ട്രേഡ്സ് ഒക്കെ എടുത്തു പോകാൻ പറ്റും. യെസ് സാർ, യു ക്യാൻ. യെസ്, നമ്മളെ കീ ലെവൽ സപ്പോർട്ട് വരുന്നത് 42.76 ഓക്കെ, അതൊരു നല്ല സപ്പോർട്ടായിട്ട് നമുക്ക് വീക്കിലി ബേസിൽ നോക്കാം. പിന്നെ നമുക്ക് വീക്കിലി ബേസിൽ തന്നെ നമ്മുടെ റെസിസ്റ്റൻസ് വരുന്നത് 4547 നമുക്കിപ്പോ മാർക്കറ്റ് ഉള്ളത് ഒരു ബൈ ഏരിയ തന്നെയാണ്. നമ്മളെ ബൈ ഏരിയ തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. അതായത് നമുക്ക് മൺഡേ മോർണിംഗിലേക്ക് നമുക്ക് ഒരു 4310 റേഞ്ചിലേക്ക് മാർക്കറ്റ് ഡിപ്പ് തന്നിനെങ്കിൽ നമുക്ക് ബൈ പോവാ. ഏകദേശം ഒരു 4350 ആ റേഞ്ചിലേക്ക് എന്തായിട്ടും നമുക്ക് ആ ബൈയിലേക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ബുള്ളിഷ് ആയി പോകുന്നതാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് എന്തായിട്ടും 4475 ആ റേഞ്ചിലേക്ക് തന്നെ മാർക്കറ്റിൽ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്കൊരു സെൽ ഏരിയ നോക്കുന്നതാണെങ്കിൽ നമുക്ക് 4400 റേഞ്ചിൽ നമുക്ക് സെൽ ഏരിയ നോക്കാം. അവിടെ മാർക്കറ്റ് വന്ന് നമുക്ക് എന്ത് സെല്ലിന്റെ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ 4300 താഴത്ത് മാത്രം വന്നാൽ സെല്ല്, അതായത് കറണ്ട് ലൈവ് മാർക്കറ്റിൽ നിന്ന് 4300 അടിയിൽ വന്നാൽ മാത്രം എന്ത് ചെയ്താൽ മതി, സെല്ല് ചെയ്താൽ മതി. നമുക്ക് ആ സെല്ല് ഏകദേശം നമ്മളെ കീ സപ്പോർട്ടിലേക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മെയിനായിട്ട് നമുക്കിപ്പോ ബൈ ഏരിയ ആണ് ഉള്ളത്. 4310 റേഞ്ചിൽ വന്നില്ലെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. പിന്നെ മാർക്കറ്റിന്റെ ട്രെൻഡൊക്കെ ഇപ്പം ബിയറിഷ് തന്നെ ഉള്ളത്. അപ്പോ ചാൻസ് 4310-16 റേഞ്ചിലേക്ക് വന്നിട്ട് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തിട്ട് പോവുകയായിരിക്കും ചെയ്യുക. നമുക്ക് സെല്ല് നോക്കുന്നുണ്ടെങ്കിൽ 4300 അടിയിലേക്ക് പോയാലും മാത്രം എന്ത് ചെയ്താൽ മതി, സെല്ല് നോക്കിയാൽ മതി. അല്ലെങ്കിൽ മാർക്കറ്റ് എന്തായിട്ടും 10-16 റേഞ്ചിലേക്ക് തിരിച്ചു വന്നിട്ട് ബൈ ഓർ നമ്മളെ ഇപ്പോഴത്തെ ലെവലില് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന ലെവലിലേക്ക് ലെവലിന് അതായത് ബൈയിലേക്ക് പോകാൻ തന്നെയായിരിക്കും ചാൻസ് ഉണ്ടാകുക. അതായത് സെല്ല് നോക്കുന്നുണ്ടെങ്കിൽ 4300 താഴത്ത് മാത്രം നോക്കുക. ഓക്കെ, 4333 ക്ലോസ് ആയത്. 4332 റേഞ്ചിലാണ് ക്ലോസ് ആയത്. അപ്പോ ഇനി ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്നതാണെങ്കിൽ, അതായത് കണ്ടിന്യൂ ചെയ്തിട്ട് മേലോട്ടേക്ക് തന്നെ പോവുകയാണെങ്കിൽ 4400 റേഞ്ചിൽ നമുക്ക് സെല്ല് നോക്കാം. ഓക്കെ,
ഓക്കെ, അതായത് ഈ ഒരു റേഞ്ച് 4093 റേഞ്ചിലേക്ക് സെല്ല് നോക്കിയാൽ മതി. എല്ലാ മാർക്കറ്റ് റിട്ടേൺ വന്നിട്ട് 4300 അടിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 4300 കഴിഞ്ഞാൽ നമുക്ക് സെല്ല് നോക്കാം. ഓക്കെ, സ്ട്രോങ് സപ്പോർട്ടാന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് എന്തായിട്ടും ആ ഒരു റേഞ്ച് കിട്ടും. ഒരു 20 പിപ്സ് റേഞ്ചിലേക്ക് മാർക്കറ്റ് എന്തായിട്ടും കിട്ടും. ഇനി ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് 4400 നമുക്ക് സെല്ല് നോക്കാം. നിലവിലുള്ള ബൈ ഏരിയയിൽ ബൈ എടുക്കണമെങ്കിൽ മാർക്കറ്റ് ഏകദേശം 4316 ടു 300 റേഞ്ചിലേക്ക് എന്തായിട്ടും വന്ന് നമുക്ക് സ്ട്രോങ് ബൈ നമുക്ക് ഏകദേശം ഒരു 4380 400 ആ റേഞ്ചിലേക്ക് 100% മാർക്കറ്റ് റിട്ടേൺ പോകും. അതായത് കണ്ടിന്യൂ ആണെങ്കിൽ. പ്രശ്നം എന്താന്ന് വെച്ചാൽ വീക്ക്ലി മാർക്കറ്റ് അപ് ട്രെൻഡിലാ, പക്ഷേ ചെറിയ ടൈം ഫ്രെയിമിൽ ഡൗൺ ട്രെൻഡാ മാർക്കറ്റ്. അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ നെക്സ്റ്റ് വീക്ക് NFP ന്യൂസ് ഉണ്ട്, കുറെ ഫെഡിന്റെ ന്യൂസുകൾ ഉണ്ട്. അപ്പൊ മാർക്കറ്റ് കുറച്ചും കൂടി വോളറ്റൈൽ ആയിരിക്കും. അപ്പൊ ശ്രദ്ധിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. അതായത് ഈ ഒരു റേഞ്ചിലൊന്നും ട്രേഡ് ചെയ്യാണ്ട് നിക്കാൻ നോക്കുക. അതായത് ജസ്റ്റ് സെല്ല് പ്രതീക്ഷിക്കാൻ പറ്റുക ഏതാ 300 താഴത്ത് വരികയാണെങ്കിൽ 300 താഴത്ത് നമുക്ക് ഇവിടെ ഒരു ബോഡി ക്ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് സെല്ല് പ്രതീക്ഷിക്കാം. അതായത് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് 300 താഴത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് സെല്ല് പ്രതീക്ഷിക്കാം. ഏകദേശം ഒരു 276 280 റേഞ്ചിൽ സെല്ല് പ്രതീക്ഷിക്കുക. പക്ഷെ ഇവിടുന്ന് കണ്ടിന്യൂ ആണെങ്കിൽ ഇവിടുന്ന് ഒന്നും സെല്ല് ഇടണ്ട. 4400 അടുത്ത സെല്ല് ഉണ്ടാകാൻ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് 4400 ഇടാം. 4400 ബ്രേക്ക് ചെയ്തിനെങ്കിൽ എന്തായിട്ട് ഓൾ ടൈം ഹൈയിലേക്ക്, അതായത് 4470 റേഞ്ചിലേക്ക് മാർക്കറ്റ് പോകും. വീക്ക്ലി മാർക്കറ്റ് ബുള്ളിഷാ. അപ്പോൾ വീക്ക്ലി നോക്കുമ്പോൾ, അതായത് ലോങ് ആയിട്ട് നോക്കുമ്പോൾ എന്തായിട്ടും ബുള്ളിഷിലേക്ക് തന്നെ മാർക്കറ്റ് പോകും. ഇനി എന്തെങ്കിലും എന്താ പറയാ ഡൗൺ ട്രെൻഡിനൊക്കെ ചാൻസ് ഉണ്ടെങ്കിൽ ഈ ന്യൂസിന്റെ വോളറ്റൈലിലും അങ്ങനെയൊക്കെ ആയിരിക്കും ചാൻസ് വരാൻ. അതുപോലെ തന്നെ സാർ എന്തോ ഒരു വാർ ഇഷ്യൂസിന്റെ പിന്നെ US-ഉം വെനസ്വേലയും തമ്മിലുള്ള ഒരു ഇഷ്യൂസ്, എല്ലാ ഇഷ്യൂസ് എപ്പോഴും നമുക്ക് അപ് ട്രെൻഡ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതും മേ ബി നാളെയും അപ് ട്രെൻഡ് തന്നെ. അതായത് ഗോൾഡ് ഇപ്പൊ സേഫ് ഹെവൻ ആയതുകൊണ്ട് എല്ലാവരും ഗോൾഡിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടാവും. അപ്പൊ എന്നാന്ന് തന്നെ കണ്ടിട്ടില്ല ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഈ ഒരു റേഞ്ചിൽ. ജസ്റ്റ് നാളെയും ചെറിയ സമയം നല്ല കണ്ടിന്യൂഷൻ ആയിരിക്കും. ബട്ട് നമുക്കൊരു 310 റേഞ്ചിലൊക്കെ തിരിച്ചു വന്നില്ലെങ്കിൽ നമുക്ക് ബൈ നോക്കാം. 300 അടിയിൽ പോയിന് സെല്ല് തന്നെയായിരിക്കും. ലൈവ് മാർക്കറ്റിൽ നിന്ന് മുകളിലോട്ട് പോയിനെങ്കിൽ നമ്മൾ ഇപ്പൊ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. 4400 റേഞ്ചിൽ എത്തിയാൽ മാത്രം സെല്ല് നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ നിങ്ങളെ സ്ട്രാറ്റജി വെച്ചിട്ട് ആ ഒരു രീതിയിൽ ട്രേഡ് ചെയ്യുക. അതായത് SL സ്റ്റിക്ക് ചെയ്യുക. നമ്മൾ നല്ല എൻട്രീസ് മാത്രം ഫോക്കസ് ചെയ്യുക. വെറുതെ എൻട്രീസ് ഒന്നും ഇടാണ്ടിരിക്കുക. ഓക്കെ, യെസ് സാർ, റൂൾസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഓക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് വീക്കെൻഡിൽ താങ്ക് യു സോ മച്ച് ഷഹബാസ് സാർ. സാറ് ബ്യൂട്ടിഫുൾ ആയിട്ട് അനാലിസിസ് തന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് കീ ഏരിയ. ഇപ്പം ചില ബിഗിനേഴ്സിന് ഇപ്പോൾ ടെക്നിക്കലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പം ഈ ലൈൻസും കാര്യങ്ങളൊക്കെ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്. അത് നമുക്ക് ഓരോ വീക്കിൽ ഇങ്ങനെ പഠിച്ച് ഓരോ നിങ്ങൾ വീക്കെൻഡിൽ കയറുമ്പോൾ, അതുപോലെ തന്നെ നിഷാ സാറ് സെഷൻസ് ടെക്നിക്കൽ പഠിക്കുമ്പോഴും അതിൽ കൂടുതൽ ക്ലാരിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് ഷഹബാസ് സാറിന്റെ അനാലിസിസ് ആണ്. അപ്പോൾ സാറ് എല്ലാ വീക്കിലും പറഞ്ഞ അതുപോലെ എല്ലാ വീക്കിലും പോകാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കാം, പിന്നെ സാറിന്റെ ഒരു അനാലിസിസ് മൈൻഡിൽ വെക്കാം. അപ്പോൾ അതിന്റെ ഒപ്പം തന്നെ നമുക്ക് വാർ ഉണ്ട് എന്നുള്ളൊരു ധാരണ കൂടി നമുക്ക് ഉണ്ടാവാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് നല്ല ന്യൂസ് ഉണ്ട്. NFP എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ഹൈ ഇമ്പാക്ട് ഉണ്ടാകുന്ന ന്യൂസുകളാണ്. അപ്പോൾ നമ്മൾ എല്ലാ റൂൾസിൽ 21 റൂൾസിൽ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഫ്രൈഡേ നമ്മൾ എപ്പോഴും പറയാറുണ്ട് വീക്കെൻഡിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞൊരു യഥാർത്ഥ എക്സാമ്പിൾ ആണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇന്നലെ ഇന്നുമായിട്ടാണ് എന്തുണ്ട് US-ഉം അതുപോലെ തന്നെ വേറെ കൺട്രീസുമായിട്ട് യുദ്ധം നടക്കുമ്പോൾ എവിടുന്നാണ് മാർക്കറ്റ് ഓപ്പൺ ആവാന്നുള്ളത് പോലും നമുക്ക് നാളെ മോർണിംഗിൽ പറയാൻ പറ്റില്ല. കാരണം അത് ചിലപ്പം നല്ല ഹൈയിലായിരിക്കാം, ചിലപ്പോൾ നല്ല ഡൗണിലായിരിക്കും. ഇപ്പൊ നമ്മൾ എൻട്രി അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു സെല്ലിട്ട് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ മാർക്കറ്റ് നാളെ മോർണിംഗ് ഓപ്പണിംഗ് തന്നെ എന്തുണ്ടായിരിക്കും, ഈ വാർ ഇഷ്യൂസ് അല്ല ഇന്നത്തെയും ഇമ്പാക്റ്റുകൾ മാർക്കറ്റിൽ മോർണിംഗിൽ തന്നെ കാണിച്ചു തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ്
നമ്മൾ എപ്പോഴും പറയുന്നത് വീക്കെൻഡിൽ നമ്മൾ ഒരു കാരണവശാലും ട്രേഡ് പിന്നെ ഹോൾഡ് ചെയ്ത് വെക്കരുത് എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ എന്തുണ്ടായിരിക്കും, നമ്മുടെ പിന്നെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ നമ്മളെ എമൗണ്ട് നഷ്ടപ്പെടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എല്ലാവർക്കും വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ഹാപ്പി ആയിരിക്കട്ടെ. അതുപോലെ തന്നെ ലൈവ് സെഷൻസ്, അത് നല്ല എൻട്രീസും അതുപോലെ നല്ല മൂവ്മെന്റ്സ് ഒക്കെ വരുമ്പോൾ ലൈവിൽ ഇറങ്ങിയവർക്ക് മാത്രം എന്തുണ്ട് പിന്നെ സാറുമായിട്ട് അതുപോലെ തന്നെ ഇതുപോലെ ലൈവിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ വേണമെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഈ ഏരിയാസ് ഒക്കെ എന്താക്കാം, ഈ സമയങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഡെമോയിൽ നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ട് ആ ഏരിയാസിൽ സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ബൈ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നൊക്കെ ഉള്ള നമുക്ക് കണ്ടെത്തിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ റൂള് കീപ്പ് ചെയ്തിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാം. സോ നമ്മളെ വീക്കെൻഡ് സെഷൻ എപ്പോഴും നമ്മൾ ഹാഫ് ആൻ അവറിൽ നിർത്താറുണ്ട്. സോ താങ്ക് യു സോ മച്ച്. നമുക്ക് സെഷൻ ഇപ്പോൾ എല്ലാവർക്കും നടക്കുന്ന പോലെ തന്നെ നെക്സ്റ്റ് ഓൺവേർഡ്സ് മൺഡേ ട്യൂസ്ഡേ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ബാക്കി കൂടുതൽ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സെഷനിൽ നടത്താം. ഓക്കെ, നല്ലൊരു ബ്യൂട്ടിഫുൾ വീക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് എല്ലാവർക്കും നല്ല പ്രോഫിറ്റബിൾ ആവട്ടെ. ലൈവിലുള്ളവർക്കും ലൈവിൽ ഇറങ്ങാൻ പോകുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ബ്യൂട്ടിഫുൾ വീക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീക്കിൽ എന്താകാം ഇതുപോലെ പിന്നെ വീക്കെൻഡ് സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു ബോസ്.